ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അവരുടെ മനസ്സിലും നിങ്ങളുണ്ടോ? അവരുടെ സ്നേഹവും ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുക, അവരുടെ ഫേസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മനസ്സിൽ എൻ്റെ വ്യൂസിനെ കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ്? അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണോ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുള്ളത്? നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം നല്ല പോസിറ്റീവ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ എംബ്രസ് ആണ് വന്നിരിക്കുന്നത്. എംബ്രസ് എന്ന് പറയുമ്പോൾ ഒരു മദറിങ് കെയർ നേച്ചർ അങ്ങനെയുള്ള ഒരു വ്യക്തി, വളരെ നിങ്ങളോട് വളരെ ദയ തോന്നുന്ന ഒരു വ്യക്തി, അങ്ങനെ ആയിരുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവരുടെ സഹായത്തോട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതൊരു പക്ഷേ വാക്കുകളിലൂടെ ആയിരിക്കാം, പ്രവൃത്തികളിലൂടെ ആയിരിക്കാം, അവരുടെ ഓറ പവറിലൂടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതൊരു സംസാരത്തിൽ കൂടി തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് കെയറിങ് ചെയ്തിട്ടുമുണ്ട്. ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് കാണുന്നത് നിങ്ങൾ അവരുടെ ലോകം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഏതെങ്കിലും സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ മോശമായിരിക്കാം, പക്ഷേ അവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹം തന്നെ ആയിരുന്നു. ദ വേൾഡിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 10 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. 10 ഓഫ് കപ്പിൻ്റെ എനർജി സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഓരോ നിമിഷവും അവർ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളും ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരുന്നു അവർക്ക്. റെയിൻബോയുടെ എനർജിയുടെ വന്നിരിക്കുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങൾക്ക് അവരിൽ നിന്നും തന്നെ, നിങ്ങൾ രണ്ടുപേരും ചേർന്നിരിക്കുന്ന ഒരു സമയത്ത്, നിങ്ങളുടെ ഇടയിൽ സ്നേഹത്തോടും ഇരിക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് തന്നെ നിങ്ങളോട് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ഹാപ്പിനെസ് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് ഇമോഷണൽ ബാലൻസ് വന്നിരുന്നതായി കാണുന്നു. ഓക്കെ, ഇത് ചാരിയറ്റ് വന്നിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ മോശമായ ഒരു പാതയിലൂടെ പോയിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്ന ഒരു സമയത്ത് ഒരു നല്ലൊരു ഹെൽപ്പായിരുന്നു അവരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ കടന്നുവരക്കം എന്ന് പറയുന്നത് നിങ്ങളെ ഒരു നെഗറ്റീവ് സൈഡിൽ നിന്നും പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അവരെ മാറ്റുന്നതിനെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പ് ഉപകരിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെൻറ്റിക്കിളാണ്. പെൻറ്റിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അബൻഡൻസിൻ്റെ ഒരു അനുഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ സക്സസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ലക്ഷറി ആയിരുന്നു. ലക്ഷറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വലിയ വീടും കാറും പണവും ഒരുപാട് സെർവൻറ്റും ഒക്കെ ആയിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. ഉള്ളതിൽ നിങ്ങൾ ലക്ഷറി ആയിരുന്നു എന്നുള്ളതാണ്. സ്നേഹമാണോ? ആ സ്നേഹത്തിൽ നിങ്ങൾ ലക്ഷറി ആയിരുന്നു. അവർ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത് ഒരു ചെറിയ കേക്കിൻ്റെ പകുതിയാണോ? അതിൽ നിങ്ങൾ ലക്ഷറി ആയിരുന്നു. ഓക്കെ, അപ്പം എന്ത് തന്നെ ആണെങ്കിലും, സ്നേഹത്തിലാണെങ്കിലും ശരി തന്നെ, കെയറിങ്ങിലാണെങ്കിലും എല്ലാ രീതിയിൽ വെച്ച് നോക്കിയിരുന്നാലും ഒരു ലക്ഷറി അനുഭവം തന്നെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഇവിടെ കാണാം. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? വിട്ടുപോയിരിക്കുന്നതായിട്ട് കാണുന്നു. ചില വ്യക്തികൾ ഇപ്പോഴും ചേസ് ചെയ്യുന്നു. നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതിന് കാരണം നല്ലൊരു ബ്ലാക്ക് എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെയോ ബ്ലാക്ക് എനർജിയുടെയോ അല്ലെങ്കിൽ സമയദോഷത്തിൻ്റെയോ കാരണത്താൽ നിങ്ങളുടെ പേഴ്സൺ ഒരാളെ ഉപേക്ഷിച്ച് പോകുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഒരാളെ ഉപേക്ഷിച്ച് പോകുകയും മറ്റൊരാൾ അയാളെ ചേസ് ചെയ്യുന്നതായിട്ടും കാണുന്നു. ഓക്കെ, എത്രയൊക്കെ കരഞ്ഞു വിളിച്ചിട്ടും മറ്റൊരാൾ ശാരീരികമായ അവശതയാണ് എങ്കിൽ പോലും ഒരു കരുണ പോലും കാണിക്കാതെ, മറ്റൊരാൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കറണ്ട് എനർജിയിൽ കാണുന്നത്.
ഓക്കെ, പ്ലീസ് ഗെറ്റ് ബി മദർ യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നു. നിങ്ങളായിരുന്നു അവരുടെ ലോകം. ദ വേൾഡിൻ്റെ കാർഡിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ദ 7 ഓഫ് കപ്പാണ്. നിങ്ങളായിരുന്നു അവരുടെ ലോകം. പക്ഷേ അതിനുശേഷം ലൈഫിൽ സംഭവിച്ചത് മറ്റെന്തോയോ ഭ്രമം നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചതായിട്ട് കാണുന്നു. മറ്റൊന്നിലധികം കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക്, ഇപ്പം നിങ്ങളുടെ ഓറ പവർ, ദ വേൾഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ എനർജി അവരെ ചുറ്റി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒന്നിലധികം കാര്യങ്ങൾ വന്നു ചേർന്ന്, ഇപ്പം 2 വ്യക്തികൾ തങ്ങളിൽ ചേരുമ്പോൾ നിങ്ങൾ ന്യൂമറോളജിക്കലാണെങ്കിലും നിങ്ങളുടെ നമ്പേഴ്സിൻ്റെ എനർജി അവർക്കും അവരുടെ നമ്പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്കും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഓറ ശക്തിയുടെ ആ ഒരു ബാലൻസ് കറക്റ്റ് ആകുന്നതോടൊപ്പം തന്നെ അവരിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു. ഒരു പക്ഷേ അവരോട് പിണങ്ങി നിന്നിരുന്ന വ്യക്തികളെല്ലാം അവരിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂസ്വത്തുക്കളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരിക്കാം. അവരുടെ ജോലി സംബന്ധമായി അവർക്ക് നല്ല സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർ തൊടുന്നതെല്ലാം വിജയത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വ്യക്തികൾ അവരിലേക്ക് അട്രാക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വന്ന സമയത്ത് അവർക്ക് നിങ്ങളെക്കാളും പ്രയോറിറ്റി മറ്റു പലതിനോടും ആയിപ്പോയതായി കാണുന്നു. ഓക്കെ, അതിവിടെ ഇവിടെ കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഫൈനലിൻ്റെ എനർജി കാണിക്കുന്നത് പോലെ ഒരു നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റിൻ്റെ ഫലമായിട്ടാണ് അവരൊരു ഇല്യൂഷനിൽ പെട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മനുഷ്യന് ഭ്രമം സംഭവിച്ചു പോയി. അവരുടെ നല്ലൊരു സമയം വന്നപ്പം നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള എന്തൊക്കെയോ അവരിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ പെട്ടെന്നായിരുന്നു മറ്റൊരു ഗ്രോത്ത് സംഭവിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ 10 ഓഫ് കപ്പ് ആയിരുന്നിട്ടും അത്രയും സ്നേഹത്തോടെ ഇരുന്നിട്ടും അവർ മറ്റു ചില കാര്യങ്ങളിലേക്ക് സഡൻ ഗ്രോത്ത്, മറ്റൊരു ദിശയിലേക്ക് അവർ പെട്ടെന്ന് വളരുവാൻ തുടങ്ങി. നിങ്ങൾ പോലും അറിയാതെ അവർ മറ്റൊരു ദിശയിൽ നിങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരുന്നതായിട്ടുള്ള 10 ഓഫ് കപ്പിൻ്റെ എനർജി, നിങ്ങളിലേക്ക് വന്നതായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സഡനായിട്ട് തന്നെ മറ്റൊരു ദിശയിലേക്ക് വളർന്ന് അവർ അതിലേക്ക് ചാടി കടന്നു പോകുവാൻ തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ചാരിയറ്റിൻ്റെ കാർഡ് നിങ്ങളിലേക്ക് വന്നിരുന്നതായിട്ടുള്ള ഒരു രഥമാണ്. ആ രഥം മറ്റൊരു ദിശയിലേക്ക്, കാരണം എയ്സ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്, മറ്റൊരു ദിശയിലേക്ക് കടന്നുപോയി. അത് നല്ലൊരു ചീറ്റിംഗ് കൂടി തന്നെയാണ്. നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ചുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു ദിശയിലേക്ക് കടന്നു പോയിരിക്കുന്നത്. ഓക്കെ, ഒരു ചീറ്റിങ്ങിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എന്തിനും ഏതിനും നിങ്ങളായിരുന്നു അവരുടെ എല്ലാമായിരുന്ന നിങ്ങൾക്ക് ബൗണ്ടറി അവർ സെറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ അബൻഡൻസ്, എന്തിനും അബൻഡൻസ് ഉണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, ഒരു ശാരീരികമായും മാനസികമായിട്ടുമുള്ള എല്ലാ മേഖലകളിലും അബൻഡൻസ് നൽകിയിരുന്ന റിലേഷൻഷിപ്പിന് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു, ബ്ലോക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങോട്ടേക്ക് വന്നതായിട്ടുള്ള ആ ഒരു എനർജി ക്ഷീണിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള സ്നേഹം, ഇത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഓഫറാണ്. ആ സ്നേഹം ഇമോഷണലായിട്ടുള്ള നിങ്ങളിലേക്ക് വരുന്ന ഒഴുക്ക് അവസാനിച്ചു എന്നല്ല, അവിടെ ചില ബൗണ്ടറികൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്ലോ ആയി മാറുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ളതല്ല, ഇഷ്ടമുണ്ടായിരുന്നത് ചില മാജിക്കിൻ്റെ, നെഗറ്റീവിൻ്റെയോ അല്ലെങ്കിൽ സമയദോഷത്തിൻ്റെയോ കാരണത്താൽ അതിൽ ചില വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ശരിക്കുമുള്ള അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഉള്ളത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ട്രൂ ഫീലിങ്സ് എന്താണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? അവർ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നവർക്കറിയാം. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വാല്യൂ കുറച്ചു കണ്ടു, മറ്റെന്തിനെയോ അവർ സ്ഥാനം കൂടുതലായി കൊടുത്തു എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇൻജസ്റ്റിസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നീതി തരണം, നിങ്ങളോട് ന്യായം തരണമെന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു കാർഡ്സ് സെലക്ട് ചെയ്യുക. അവർ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന്
വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നത്. ഓക്കെ, 2 കാർഡ്സാണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ്സ് ആണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റുകൾ എന്ന് ആരോപിക്കുകയാണ്. നിൻ്റെ ഭാഗത്താണോ, എൻ്റെ ഭാഗത്താണോ, അതെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്താണോ, അങ്ങനെ ആരോപണങ്ങളും ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇവിടെ 7 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്കിലും അവർ നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ പൊരുതുകയാണ്, സാഹചര്യങ്ങളോട് അവർ പൊരുതുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിലവിലുള്ള സിറ്റുവേഷൻ ആരുടെയെങ്കിലും പേരിലേക്ക് ആക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടുകാർ കാരണമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ആരോപിച്ച് നിങ്ങളിലും അവരിലും കുറ്റമില്ലാത്ത രീതി ആക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അവരുടെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം നിങ്ങളിലേക്ക് ആരോപിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടുപേരും സ്വതന്ത്രമാക്കിക്കൊണ്ട് ആ കുറ്റങ്ങളെല്ലാം മറ്റൊരു വ്യക്തിയിലേക്ക് ആരോപിച്ചുകൊണ്ട് അവർ കാരണമാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നത് എന്ന്. അപ്പോൾ ആരിലെങ്കിലും ഒക്കെ കുറ്റങ്ങൾ ചാരിക്കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ നേരെയാക്കണം, ഇതിലൊരു സ്ട്രെങ്ത് കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് 2ഉം 7 ആണ് വന്നിരിക്കുന്നത്. ഇതും 7 ആണ്, ഇതും 7 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 7 വന്നെന്നും പറഞ്ഞ് 7ലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇത് 7 നമ്പറിൽ എനർജി കൂടുതലായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവർ നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ അവിവേകം കാരണം, അവരുടെ എടുത്തുചാട്ടം കാരണം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ചില കാര്യത്തെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നതായിട്ടാണ് അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏറ്റവും നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരുന്നു, എന്നിട്ട് പോലും നിങ്ങളെ അവർ ചതിച്ചു അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് അവർ മറ്റൊരു ദിശയിലേക്ക് പോയിരിക്കുന്നു. അവരെടുത്ത തീരുമാനം അവരെ തന്നെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞത് വലിയ തെറ്റായിപ്പോയി, തന്നെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനമായി പോയി. എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻ തന്നെ ആയിരുന്നു നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് മാറിയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരു റീയൂണിയൻ നടന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.